ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇന്നലെ വിചാരിച്ച് വെച്ചതാണ്. ആ ഒരു കോൺഫിഡൻസിലൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സക്സസ് ആകുകയില്ലെന്ന്. പക്ഷേ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ച കളറ് തുണിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു കിളിക്കൂടൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇത്രയും ഭാഗം ആ ചിരട്ട നേരെ നിൽക്കാൻ ഇത്രയും ഭാഗം ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കിളിക്കൂടൊന്നും ശരിയാകത്തില്ലെന്ന്. പിന്നെ ഇറങ്ങി തിരിച്ചതല്ലേ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വെച്ചിട്ട് ആ തുണിയൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. കുറച്ച് ചകിരിയും വാഴയിലയൊക്കെ അതിനകത്ത് ഇങ്ങനെ നിറച്ചിട്ടുണ്ട്, ഒരു കിളിക്കൂട് പോലെ തോന്നാൻ വേണ്ടിയിട്ട്. കിളി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കൊത്തും. എന്നിട്ട് ഞാൻ അതിനെ ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് വിച്ചൂട്ടം വെച്ച ആ പ്ലാന്റ് ഉണ്ടല്ലോ അതേൽ ഇങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇട്ടപ്പം ചിരട്ടയിൽ ചിരട്ടയാണെന്ന് തോന്നില്ലല്ലോ, ആ തുണിയൊക്കെ വന്നുകൊണ്ട് പെയിൻ്റൊക്കെ ചെയ്ത് എന്തോ ഒരു സാധനം ഇട്ടിരിക്കുന്ന പോലെ തോന്നും. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേന് കിളിക്കൂടാന്ന് തോന്നുവേലാന്ന് മനസ്സിലായതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ വാണ്ടറിങ് ജൂ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു 2-3 കമ്പ് മുറിച്ചിട്ട് അതിനകത്ത് ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായേ. എന്താ പറയുന്നത്, നമ്മൾ പോയ എന്തോ ഒരു സാധനം അതിനകത്ത് ഒരു ചെടി വെച്ച മാതിരി ഒരു ഫീല് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ വാണ്ടറിങ് ജൂ എവിടെയെങ്കിലും ഇതായിക്കഴിഞ്ഞാൽ പറ്റിപ്പിടിച്ച് വളരുമെന്നല്ലേ. അപ്പം ഇതിൽ വളരുമോയെന്നൊന്നും അറിയില്ല. ഞാൻ നനച്ചു കൊടുക്കുകയൊന്നും ചെയ്തൊന്നുമില്ല, ചുമ്മാ അങ്ങനെ വെച്ചു ഒരു സന്തോഷത്തിന്. പിന്നെ നമ്മളുടെ ഗാർഡനൊക്കെ നല്ല ഉഷാറായി നിൽപ്പുണ്ടേ. ഈ ഒരു ചെത്തി പൂക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ കേട്ടോ. ഇങ്ങനെ നിറച്ച് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിലും ഞാൻ കട്ട് ചെയ്തൊക്കെ കൊടുത്താണെങ്കിലും പൂവ് അങ്ങനെ ഉണ്ടാകുന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പം നിറയെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പൂവ് കുറച്ച് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു വെള്ള പോലെ തോന്നുന്ന ഈ ചെടി ഇവിടെ നിന്ന് എനിക്ക് മാറ്റണമെന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ഹൈറ്റൊക്കെ കൂടി ഇനി ഒരു ചെറിയ ചേഞ്ച് വരുത്തണമെന്നുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ആ കാക്കപ്പൂവില്ലേ, ടൊറേനിയ എന്ന് പറഞ്ഞാൽ അത് 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ നിന്ന് ഇപ്പോൾ ഒരു 4 കളറ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതും നിറയെ പൂത്ത് നിൽക്കുന്ന മുട്ടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വെച്ച പ്ലാനിങ്ങിലല്ലെങ്കിലും അവിടുന്ന് അതെനിക്ക് മാറ്റാൻ തോന്നില്ല. അത്രയും മുട്ടും പൂവ് നിൽക്കുമ്പോൾ നമുക്ക് കളയാൻ തോന്നില്ലല്ലോ. ശംഖുപുഷ്പവും നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഹാങ്ങിങ് മെലസ്റ്റോമയും നിറയെ പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.